കേരളത്തിലെ 27 നിയോജക മണ്ഡലങ്ങളിൽ ഒരു പ്രത്യേക പാർട്ടിക്ക് ജയിക്കുവാനായിട്ട് ഹിന്ദുക്കളുടെ ഒരു വോട്ടും വേണ്ട എന്നുള്ളൊരവസ്ഥ നിലനിൽക്കുന്നുണ്ടോ? ഉണ്ട് എന്നാണ് മുസ്ലിം ലീഗിലെ പ്രാദേശിക നേതാക്കൾ അവകാശപ്പെടുന്നത് എന്നാണ് അവരുടെ ആന്തരിക വൃത്തങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ പാർട്ടിക്ക് ജയിക്കുവാനായിട്ട് കേരളത്തിലെ 27 മണ്ഡലങ്ങളിൽ, അതും കൃത്യമായിട്ടുള്ള മണ്ഡലങ്ങളുടെ എണ്ണം വെച്ചിട്ടാണ് ഇവർ പറയുന്നത്. അവരുടെ കയ്യിൽ കൃത്യമായിട്ട് ഈ മണ്ഡലങ്ങൾ ഏതാണെന്നുള്ള ഇതിൻ്റെ കണക്കുകളും കാണുമായിരിക്കും. 27 മണ്ഡലങ്ങൾ ഞങ്ങൾക്ക് ജയിക്കുവാനായിട്ട് ഒരു ഹിന്ദുവിൻ്റെ പോലും വോട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് സരളമായി അല്ലെങ്കിൽ വളരെ സുഗമമായി ആ മണ്ഡലങ്ങളിൽ ജയിക്കുവാൻ സാധിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇതൊരു വീരവാദമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലങ്ങളായി അത്രത്തോളം ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ, ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ, സമാധാന വിഭാഗത്തിൻ്റെ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഏകീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പോലും പറയേണ്ടതില്ല, ഏകീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് ഒരു മുസ്ലിം ലീഗിലേക്ക് മാത്രമാണോ പോകുവാൻ സാധ്യതയുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളതാണ് ഉത്തരം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആ പ്രത്യേക വിഭാഗത്തിന് അവർക്ക് മുന്നോട്ട് വെക്കേണ്ടത് മുസ്ലിം ലീഗിനെ ആണെങ്കിൽ അവർ സംഘടിതമായി മുസ്ലിം ലീഗിനെ 27 നിയോജക മണ്ഡലങ്ങളിൽ കൃത്യമായി ജയിപ്പിച്ചു വിടും. ആകപ്പാടെ മുസ്ലിം ലീഗ് 31 മണ്ഡലങ്ങളിലെങ്ങാണ്ടാണ് ആകപ്പാടെ മത്സരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഓഫ് ദ ടോപ്പ് ഓഫ് മൈ ഹെഡ് എന്ന് പറയുന്നത് പോലെ ഒരു ഓർമ്മ. നമ്പർ സബ്ജക്റ്റ് ടു കറക്ഷൻ. 31 തൽക്കാലത്തേക്ക് നമുക്കങ്ങ് വിചാരിക്കാം. 31 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗിന് 27 മണ്ഡലങ്ങളിൽ ജയിക്കുവാനായിട്ട് ഒരു ഹിന്ദുവിൻ്റെ പോലും വോട്ട് വേണ്ട എന്നുള്ളൊരവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ. 140 സീറ്റുകളുള്ളതിൽ 27 എണ്ണത്തിൽ ഹിന്ദുവിൻ്റെ വോട്ടിനൊരു പ്രസക്തിയും ഇല്ലാത്തൊരവസ്ഥ വരുന്നു. ഇത് മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക നേതാക്കൾ രഹസ്യമായും പരസ്യമായും അവകാശപ്പെടുന്നുണ്ട്. അവർ പറഞ്ഞു തുടങ്ങി. വീരവാദമായിട്ട് ഇതിനെ കാണുന്നവരുണ്ട്. പക്ഷേ ഇത് വീരവാദമല്ല എന്നുള്ളൊരു സത്യം നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് മുസ്ലിം ലീഗാണ് ആ സമുദായത്തിന് മുന്നോട്ട് വെക്കേണ്ട ഒരു പാർട്ടിയെങ്കിൽ അവരതിനെ ജയിപ്പിച്ച് 27 സീറ്റുകളിൽ കൃത്യമായി ജയിപ്പിച്ചു വിടും. നാളെ SDPI ആണ് ജയിപ്പിക്കേണ്ടതെങ്കിൽ 27 സീറ്റുകളിൽ മുസ്ലിം ലീഗിന് ഏത് പ്രാമുഖ്യമുണ്ടായിരുന്നു അത് നാളെ SDPIക്ക് വരും, അല്ലെങ്കിൽ PDPക്ക് വരും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അവാന്തര വിഭാഗങ്ങളിൽ ഏതാണോ ആ സമയത്ത് രാഷ്ട്രീയമായി മുന്നോട്ട് കയറി നിൽക്കുന്നത് ആ പാർട്ടിക്ക് വരും. ഇതാണ് അവസ്ഥ. സംഘടിതമായിട്ടുള്ള വോട്ട് ബാങ്ക് അവരുടെ സമുദായത്തിൻ്റെ നന്മ ഇന്നതിലാണ് എന്ന് അവരുടെ മതനേതാക്കൾ ഏത് ദിശയിലേക്കാണോ വിരൽ ചൂണ്ടി പറയുന്നത് ആ ദിശയിലേക്ക് തന്നെ അവരുടെ വോട്ടുകളുമായും അഭിപ്രായങ്ങളുമായും തെരുവിലെ പ്രകടനങ്ങളുമായും കണ്ണുകെട്ടി തന്നെ മുന്നോട്ട് നീങ്ങും. അതാണ് അവസ്ഥ സംഘടിതമായ ഒരു വോട്ട് ബാങ്കിൻ്റെ. ഇതിൻ്റെ ശരി തെറ്റുകൾ വ്യാഖ്യാനിക്കുവാൻ ഞാൻ ആളല്ല, അല്ലെങ്കിൽ മുതിരുന്നില്ല. ഇതിൻ്റെ ഒരു പ്രത്യാഘാതം കേരളത്തിലെ മറ്റ് സമൂഹങ്ങളിൽ എങ്ങനെ ഉണ്ടാകുമെന്നുള്ളത് മാത്രമാണ് എൻ്റെ ചിന്ത.